اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات ألا ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. ഏറെ സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും വിധിവിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും കാത്തു സൂക്ഷിക്കണമേ എന്ന് ആമുഖമായി സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ ചേർക്കുകയും അങ്ങനെ തന്നെ സ്വർഗത്തിലെ മഖഅദും കണ്ടു മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ, ഭാഗ്യവതികളിൽ അല്ലാഹു നാം ഓരോരുത്തരെയും ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള പ്രകൃതിപരമായ ആഗ്രഹങ്ങളിൽപ്പെട്ട ഒന്നാണ് ഉത്തമമായ, തനിക്ക് നേട്ടമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് നഷ്ടപ്പെടാതെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. ഏത് വസ്തു തിരഞ്ഞെടുക്കുമ്പോഴും ഏറ്റവും ഉത്തമമായതിനെയാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. ശ്രേഷ്ഠമായത് ലഭിക്കാൻ നമ്മൾക്ക് സാധ്യമാണ് എങ്കിൽ അത് നമ്മളൊന്ന് ശ്രമിച്ചാൽ നടക്കുമെങ്കിൽ അതിനുവേണ്ടി അല്പം പ്രയാസങ്ങൾ അനുഭവിക്കാനും ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. ഇതേ നിലപാട് തന്നെയായിരിക്കണം മതവിഷയങ്ങളിലും നമുക്കുണ്ടാകേണ്ടത്. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠമായ ധാരാളം അവസരങ്ങളുണ്ട് ദീനുൽ ഇസ്ലാമിൽ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠമാക്കിയതാണ്. ദുനിയാവിലുള്ള നേതാക്കന്മാരും ഭരണാധികാരികളും കച്ചവടക്കാരും ബിസിനസ്സുകാരന്മാരും
ശ്രേഷ്ഠമാക്കിയതിനെ നമ്മൾക്ക് നേട്ടമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് നേടിയെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ചവനായ, അതിലുള്ള സകല ചരാചരങ്ങളെയും നമുക്ക് വേണ്ടി സംവിധാനിച്ച, എല്ലാം ഒന്നിടപെടാതെ എല്ലാം, ഈ പെയ്തിറങ്ങുന്ന മഴ ദിവസങ്ങളായി പെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിന്റെ പല ജില്ലകളിൽ. ഈ മഴ നമുക്ക് വേണ്ടി തന്നുകൊണ്ടിരിക്കുന്നവനായ അരക്ഷിതാവ്, അജയ്യനായ, മരണമില്ലാത്ത, എല്ലാറ്റിനും കഴിയുന്ന നമ്മുടെ റബ്ബ്. ആ റബ്ബ് ശ്രേഷ്ഠമാക്കിയ ധാരാളം കാര്യങ്ങളുണ്ട് ഇസ്ലാമിൽ. ആ ശ്രേഷ്ഠമായതിനെ നിങ്ങൾ നേടിയെടുക്കുകയാണ് എങ്കിൽ അള്ളാഹു നമുക്ക് ഓഫർ ചെയ്ത വലിയ പ്രതിഫലങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് വാഗ്ദാനമേകിയ ഓഫറുകളുടെ പ്രത്യേകത അതിൽ വഞ്ചനകൾ ഉണ്ടാകില്ല എന്ന്, അനീതികൾ ഉണ്ടാകില്ല. അള്ളാഹു നമ്മളോട് വാഗ്ദാനം ചെയ്തത് എന്തായാലും അവൻ നമുക്ക് തന്നിരിക്കും എന്ന് ഉറപ്പുള്ള നമ്മുടെ രക്ഷിതാവ്. വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്തുൽ ഖസസ്, ആ സൂറത്തിന്റെ 68-ാമത്തെ വചനത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം കാണാം: വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുന്നവനാണ്. നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങളാണ്. അത് അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അവൻ സൃഷ്ടിച്ചു. ആ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന് ഒരു ഇഖ്തിയാറുണ്ട്, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു സെലക്ഷൻ. അപ്പൊ മനുഷ്യരെ അള്ളാഹു എല്ലാ ജന്തുവർഗങ്ങളിൽ നിന്നും ശ്രേഷ്ഠരാക്കി. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചു എന്നാണ്. മതങ്ങളെ പറഞ്ഞില്ല, രാജ്യ അതിർത്തികൾ പറഞ്ഞില്ല, കറുത്തവനാണോ വെളുത്തവനാണോ എന്നല്ല, മനുഷ്യരാണോ അള്ളാഹ് ആദരിച്ചിരിക്കുന്നത്. അത് അള്ളാഹുവിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹ് മനുഷ്യരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ആ മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രവാചകന്മാരാകുന്ന മഹാമനീഷികമാരെ പ്രത്യേകം തെരഞ്ഞെടുത്തു. ആ പ്രവാചകന്മാരിൽ നിന്ന് 300 ചില്ലാനം റസൂൽമാർ എന്ന് പറയുന്ന പദവി നൽകി ചിലരെ സ്വീകരിച്ചു. ആ റസൂൽമാരിൽ നിന്ന് 5 പേരെ, ഉലുൽ അസ്മി എന്ന പേരുള്ള 5 പേരെ പ്രത്യേകം തിരഞ്ഞെടുത്തു. ഇങ്ങനെ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് പലതാണ്. അതാണ് അള്ളാഹു പറയുന്നത്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കും, അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ തെരഞ്ഞെടുക്കും എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അമ്പിയാക്കന്മാർ അള്ളാഹുവിന്റെ പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയാണ്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാളില്ല. കാരണം ആ ഹബീബിനെ നമ്മൾ പറയാറുള്ളത് തന്നെ അഷ്റഫുൽ ഖൽഖ് എന്നാണ്. ആ മഹാനായ പ്രവാചകന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി വെക്കാൻ ഒരു മലക്കുകളുമില്ല, ഒരു സൃഷ്ടിവർഗങ്ങളുമില്ല. അതിൻ്റെയും മേലെയാണ് നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ പ്രവാചകനെ തെരഞ്ഞെടുത്ത് ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് കൊണ്ടുപോയി വെച്ചത് അള്ളാഹുവിന്റെ ഇഖ്തിയാറാണ്, തെരഞ്ഞെടുപ്പാണ്. അതുപോലെ തന്നെ മക്ക ലോകത്തുള്ള നാടുകളെക്കാളും അള്ളാഹ് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധമായ നാടാണ് മക്ക. മക്കയുടെ ശ്രേഷ്ഠത ഒരു മണ്ണിനുമില്ല. ആ മക്കയുടെ മണ്ണിലെ വിരിമാറിൽ സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. ആ പള്ളി ലോകത്തുള്ള സകല പള്ളികളെക്കാളും അള്ളാഹ് ശ്രേഷ്ഠമാക്കി. അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടമനുസരണം അള്ളാഹ് തെരഞ്ഞെടുത്തതാണ്. അതിന്റെ യുക്തി എന്താണ് എന്ന്, എന്തുകൊണ്ടാണ് മക്കൾക്ക് ഇത്രത്തോളം ശ്രേഷ്ഠത നൽകിയത്, അതിന്റെ ഹിക്മത്ത് നമുക്കറിയില്ല.
എന്തുകൊണ്ടാണ് അള്ളാഹു ചില വസ്തുക്കളെ, ചില സമയങ്ങളെ, ചില നാടുകളെ, ചില വ്യക്തികളെ, ചില സമയങ്ങളെയൊക്കെ പ്രത്യേകത കൽപ്പിച്ചത് എന്തുകൊണ്ടാണ്? നമുക്കറിയില്ല അതിൻ്റെ ഹിക്മത്ത്, അത് അള്ളാഹുവിനെ അറിയുകയുള്ളൂ. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കപ്പെട്ട പ്രത്യേകം ചില മാസങ്ങളുണ്ട്. വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹ്റാ. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. സൂറത്ത് തൗബയിൽ അള്ളാഹ് പറഞ്ഞ വചനം. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം അത് 12 ആണ്. ഫീ കിതാബില്ല, അള്ളാഹുവിന്റെ വിധി നിശ്ചയ രേഖയിൽ അള്ളാഹ് അത് പണ്ടേ രേഖപ്പെടുത്തിയതാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ആ സമയം മുതൽ മാസം 12 ആണ്. എന്നിട്ട് റഹ്മാനും റഹീമുമായ റബ്ബ് പറയുന്നു മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്രമായ മാസങ്ങളാണ്. ആ പവിത്രമായ 4 മാസങ്ങളെ നമുക്ക് കാണണമെങ്കിൽ ഹബീബായ പ്രവാചകന്റെ സുന്നത്തിലേക്ക് ചെല്ലണം. അതിനെക്കുറിച്ച് ഖുർആൻ പറയുന്നില്ല. അതാണ് ഖുർആൻ അംഗീകരിക്കുന്നതോടൊപ്പം സുന്നത്ത് കൂടി നമുക്ക് വേണം, എന്നാലേ മതരംഗം പൂർത്തിയാവുകയുള്ളൂ. വിശ്വാസിയുടെ ഷഹാദത്ത് കലിമയുടെ പാർട്ട് 2 കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മൾ. അപ്പൊ ആ 4 മാസങ്ങൾ നമുക്ക് ഖുർആനിൽ കാണൂല. മിൻഹാ അർബഅത്തുൻ ഹുറും. അപ്പൊ ഹദീസുകൾ വേണ്ട, ഖുർആൻ മതി എന്ന് പറയുന്നവർക്ക് ഈ മാസങ്ങൾ കിട്ടൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ 4 മാസങ്ങൾ ഏതാ? ഒന്ന് ദുൽഖഅദയാണ്, ഇപ്പൊ കഴിഞ്ഞു പോയ മാസം. മറ്റൊന്ന് ദുൽഹിജ്ജയാണ്, ഹിജ്രിയ കലണ്ടറിൽ അവസാനത്തെ മാസം, നമ്മളിപ്പോ നിലനിൽക്കുന്ന മാസം. അതുപോലെ തന്നെ പവിത്രമാക്കപ്പെട്ട 3ാമത്തെ മാസമാണ് മുഹറം, ഹിജ്രിയ കലണ്ടറിലെ ആദ്യത്തെ മാസം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ അതിനെക്കുറിച്ച് 4ാമത്തെ മാസമായി പറഞ്ഞത് റജബ് എന്നാണ്. അസ്സമാനു ഖദ് ഇസ്തദാറ കഹൈഅതി യൗമ ഖലഖല്ലാഹു അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ അതിങ്ങനെ കറങ്ങുന്ന കാലം മുതലേ അസ്സനത്തു 12 ശഹ്റാ, മാസം 12 ആണെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ. ആകാശഭൂമികൾ ഇങ്ങനെ കറങ്ങണ കാലം മുതലേ മാസം 12 ആണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അതിൽ മിൻഹാ അർബഅത്തുൻ ഹുറും, നേരത്തെ ഖുർആൻ പറഞ്ഞതുപോലെ സലാസത്തുൻ മുതവാലിയാത്ത്, ആ 4 മാസത്തിൽ 3 തുടരെ വരുന്ന മാസങ്ങളാണെന്ന് പറഞ്ഞത്. ഏതൊക്കെയാണത്? അവിടുന്ന് തന്നെ പറഞ്ഞു തന്നു, അത് ദുൽഖഅദയാണ്. തുടർന്ന് വരുന്ന മാസങ്ങൾ ദുൽഖഅദ, ദുൽഹിജ്ജ, പിന്നെ ഈ ദുൽഹിജ്ജ കഴിഞ്ഞാൽ പിന്നീട് മുഹറം. ഇതാണ് തുടർന്ന് വരുന്ന 3 മാസങ്ങൾ. 4ാമത്തെ മാസത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകത കൂടി പറഞ്ഞു, റജബ് മുളർ, മുളറിന്റെ മാസം എന്ന് പറഞ്ഞു. മുളറിന്റെ മാസമായ റജബ് എന്ന് പറഞ്ഞതായി കാണാം. അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ, ജുമാദയുടെയും ശഅബാനിന്റെയും ഇടയിലുള്ള മാസം റജബ്. എത്ര വ്യക്തമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ മുത്തവാലിയാത്ത് എന്ന് പറയുന്ന ഈ 3 മാസങ്ങൾ, ഹജ്ജ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കർമ്മം ഇസ്ലാമിലുണ്ട്. ആ ഹജ്ജിന് വേണ്ടിയുള്ള ഇന്നലെ വരെ, മിനിഞ്ഞാന്ന് വരെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച്, അത് ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴും വിളിക്കുന്ന ആളുകൾ ആ മഹത്വമായ നാട്ടിലേക്ക് വന്നണയുന്ന ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ വർണ്ണവിവേചനങ്ങൾ നോക്കാതെ, രാജ്യാതിർത്തികൾ നോക്കാതെ ഒരേ തെൽബിയത്ത് മുഴക്കിക്കൊണ്ട് റബ്ബിന്റെ വിളിയാളത്തിന് വേണ്ടി ആ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത സമയം. ആ ഹജ്ജ് എന്ന് പറയുന്ന ഇസ്ലാം കാര്യത്തിലെ 5ാമത്തെ കാര്യമായ ഹജ്ജ്, ആ ഹജ്ജിന് വേണ്ടിയുള്ള യാത്ര എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ആ 3 മാസങ്ങൾ. ദുൽഖഅദയും ദുൽഹിജ്ജയും അതുപോലെ തന്നെയുള്ള തുടർന്ന് വരുന്ന മുഹറം, ഇതൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട മാസങ്ങളായി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി നമുക്ക് കാണാം. അപ്പൊ നിങ്ങൾ നോക്ക്, നമ്മൾ ഹിജ്റ വർഷം 1446 ഹിജ്റ വർഷം 1446 നമ്മളുള്ളത്. ഈ വർഷത്തിലെ ദുൽഹിജ്ജയിലാണ് നമ്മളുള്ളത്. ദുൽഹിജ്ജയുടെ കണക്ക് പ്രകാരം ദുൽഹിജ്ജ 2 ഇപ്പോൾ നമ്മളെല്ലാവരും എത്തിപ്പെട്ടിട്ടുള്ളത്. ദുൽഹിജ്ജ മാസപ്പിറവി ഈ പ്രാവശ്യം കാണാത്തത് കൊണ്ട് തന്നെ
നമ്മൾ ദുൽഖഅദ 30 പൂർത്തിയാക്കി, ദുൽഹിജ്ജ 1 വ്യാഴാഴ്ചയായി കണക്കാക്കി നമ്മൾ ബലിപെരുന്നാൾ ഈ വരുന്ന ജൂൺ 7-ാം തീയതി ശനിയാഴ്ച ആഘോഷിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മാസത്തിൽ ഈ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ നിങ്ങളോട് ആദ്യം ഓതി കേൾപ്പിച്ചൊരായത്തുണ്ടായിരുന്നു. ലിയഷ്ഹദു മനാഫിഅ ലഹും വയദ്കുറു സ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത് അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് സാക്ഷിയാകാൻ പറഞ്ഞ ആ അയ്യാമിൻ മഅലൂമാത് എന്ന് പറയപ്പെട്ട ആ ദിവസം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. ദുൽഹിജ്ജ 2-ൽ നമ്മളുള്ളത്. അപ്പൊ അതങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള ചില കാര്യങ്ങളാണ് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ നോക്ക്, ദുൽഹിജ്ജ 10 ഈ അയ്യാമും മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ആ ദുൽഹിജ്ജ 10 എന്ന് വിശദീകരിച്ചത് ഇബ്നു അബ്ബാസാണ്, അബൂ മൂസൽ അശ്അരിയാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പ്രഗത്ഭരായ ചില സഹാബികളുടെയും താബിഈങ്ങളുടെയും പേര് പറയുകയുണ്ടായി. എന്താണ് ഈ ദുൽഹിജ്ജയുടെ ശ്രേഷ്ഠത? ഒന്നാമത്തെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസം ഹജ്ജിന്റെ മാസമാണ്, അല്ലാഹ് പവിത്രമാക്കിയ മാസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ കുറിച്ച് പ്രത്യേകം അല്ലാഹുവിന്റെ റസൂൽ പ്രയോഗിച്ച പ്രയോഗം തന്നെ അഫ്ളലു അയ്യാമിദ് ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഈ വരുന്ന ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ എന്നുള്ളതാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നതായി കാണാം. അതേ ഫഹാദൽ അശ്റു ഖദ് ഖീല ഇന്നഹു അഫ്ളലു അയ്യാമുസ് സന എന്ന, അതായത് ഹദീസുകളിൽ വന്ന പ്രകാരം വർഷത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ്. ഇവയുടെ ശ്രേഷ്ഠത റമളാനിലെ 10 ദിനങ്ങളെക്കാൾ കൂടുതലാണ് എന്നാണ്. അത് ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടെ. ആദ്യത്തെ 10 ആണോ, രണ്ടാമത്തെ 10 ആണോ, അവസാനത്തെ 10 ആണോ, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞത് അവസാനത്തെ 10-നേക്കാൾ, റമളാനിലെ അവസാനത്തെ 10-നേക്കാൾ ശ്രേഷ്ഠമാണ് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 എന്നാണ്. ഈ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കണം. ചില പണ്ഡിതന്മാർ പറഞ്ഞത് റമളാനിലെ ആദ്യത്തെ 10 എന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാനിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണേ, ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജ ആദ്യത്തിലെ ഓരോ ദിനങ്ങളും 1000 ദിനങ്ങളെ പോലെയാണ് എന്നാണ്. ഓരോ ദിവസങ്ങളും 1000 ദിവസത്തിന്റെ കൂലി. ദുൽഹിജ്ജയിലെ ഒരു ദിവസം ഒരു നന്മ ചെയ്താൽ, ഒരു ദിക്ർ ചൊല്ലിയാൽ, ഒരു നമസ്കാരം പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടത് എന്നല്ല, നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ള സുന്നത്തുകൾ അല്ലെങ്കിൽ ഫർള് നിസ്കാരങ്ങൾ, ഈ നിസ്കാരങ്ങൾക്കൊക്കെ ഈ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ അതൊക്കെ നിർവഹിച്ചാൽ 1000 ദിവസം ചെയ്ത കൂലി ഒറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. മാത്രമല്ല അദ്ദേഹം പറയാണ്, ഈ ദുൽഹിജ്ജ ആദ്യ 10 അറഫാ ദിനം, ഇതിലാണ് അറഫാ ദിനമൊക്കെ വരുന്നത്. ആ അറഫാ ദിനം 1000കണക്കിന് ദിനങ്ങൾ പോലെയാണ് എന്നാണ്. അതിൻ്റെ പവിത്രത ഏറെ ശ്രേഷ്ഠമാണ് എന്ന് അദ്ദേഹം പറയുകയാണ്. നോക്കൂ നിങ്ങൾ, രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, കർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിനങ്ങളാണ് ഈ വരുന്ന 10 ദിവസങ്ങൾ എന്നവർ പ്രത്യേകം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് അതിന് പ്രത്യേകമായി എടുത്തുദ്ധരിച്ചതായി കാണാം. ഇസ്ലാമിൽ 5 ഇബാദത്തുകളിൽ 5ാമത്തെ ഇബാദത്താണ് ജിഹാദ് എന്ന് പറയുന്നത്. ആ ജിഹാദിനേക്കാൾ കൂലിയാണത്രേ ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ചെയ്യുന്ന നന്മകൾക്ക് കിട്ടുകയെന്നാണ്. ഇസ്ലാമിലെ 5 ഇബാദത്തുകൾ ഏതൊക്കെയാണ്? ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ ഒരാൾ ഷഹാദത്ത് ചൊല്ലുന്നതോടുകൂടി ഇസ്ലാം മുസ്ലിമായി. പിന്നീട് അവരിൽ നിസ്കാരം ഉണ്ടാകണം, അവരിൽ സക്കാത്ത് ഉണ്ടാകണം, അവരത് കൊടുക്കാൻ അവകാശിയാണെങ്കിൽ. പിന്നീട് നോമ്പുകാരനാകണം. 4ാമത് പറഞ്ഞ ഹജ്ജാണ്. 5ാമത്തെ ഇബാദത്ത് ഇസ്ലാമിൽ ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അതിന് പല അർത്ഥങ്ങളുണ്ട്. സ്വന്തം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ ജിഹാദാണ്.
സായുധ സമര പോരാട്ടം ജിഹാദാണ്. സ്വന്തം നഫ്സ് തിന്മയിലേക്ക് നമ്മളെ വിളിക്കുമ്പോൾ ഞാൻ അതിലേക്കില്ല എന്ന് മനസ്സിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൽ നമ്മളെ മനസ്സിനോട് ചെയ്യുന്ന ജിഹാദാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ വാളെടുത്ത് വെട്ടൽ മാത്രമല്ല. അതിപ്പോൾ മനുഷ്യ മനസ്സ് പറയുന്നൊരു കാര്യമല്ലേ. നമ്മുടെ സ്വന്തം നാട്ടിലും വീട്ടിലും നമ്മളെ താമസിക്കാൻ അനുവദിക്കാതെ, ഒരു നിലക്കും നമ്മൾക്ക് ജീവിക്കാൻ അനുവദിക്കാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വന്നാൽ സായുധ സമര പോരാട്ടം എന്നുള്ളത് മനുഷ്യ മനസ്സ് പറയുന്നതാണ്. നോക്കി നിൽക്കുവാരെങ്കിലും ഇല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊക്കെ ജിഹാദിന്റെ കുറെ അർത്ഥങ്ങളിൽപ്പെട്ട ഒന്ന് മാത്രമാണ്. അതിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ആ പറയപ്പെട്ട ജിഹാദിന്റെ പല അർത്ഥങ്ങളെക്കാളും മുകളിലാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 മാമിൻ അയ്യാമിൽ അമലു സ്വാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ എന്നാണ്. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദുൽഹിജ്ജ ആദ്യ 10 ദിനങ്ങളിലെ സൽക്കർമ്മങ്ങളാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇത്രമേൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിനങ്ങളില്ല. എന്താണ് ആ പ്രയോഗം? ഇത്രമേൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിനങ്ങളില്ല. ഫഖാലു, സഹാബത്ത് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും കൂലിയാണോ? ആ സമയത്ത് റസൂൽ എന്ന് പറയുകയാണ്, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ അതിന് കൂലിയാണ്. ഏത് ജിഹാദ്? അതേ, യർജിഉ മിൻ ദാലിക ബിശൈഇൻ, യുദ്ധത്തിന് പോയിട്ട് ശരീരം കൊണ്ട് തിരിച്ചു വരാത്ത ജിഹാദ് ഉണ്ടല്ലോ, ആ ജിഹാദിനെ കുറിച്ചല്ല. ആ ഷഹീദിന് ഏറെ പദവിയുണ്ട്. തിരിച്ചു വന്ന ഒരു മുജാഹിദ്, തിരിച്ചു വന്ന ഒരു ജിഹാദ് ചെയ്തവൻ, അവനേക്കാൾ പുണ്യമാണ് ഈ പറയപ്പെട്ട ദിനങ്ങൾക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു റിവായത്തിൽ നമ്മൾക്ക് കാണാം, മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ, ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ അല്ലാഹുവിങ്കൽ ശ്രേഷ്ഠവും പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങളില്ല. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമ്മൾക്കത് വായിക്കാം. അപ്പൊ നിങ്ങൾ നോക്ക്, ഹജ്ജിനേക്കാൾ പുണ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ ദിനങ്ങളിലെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞതിനെ അർത്ഥമായി നമുക്ക് പറഞ്ഞതായി നമുക്ക് കാണാം. അതിനാൽ ഈ ദിനങ്ങൾ നമ്മൾ അശ്രദ്ധമാക്കി നഷ്ടപ്പെടുത്താതിരിക്കുക. ഇമാം ഔസാഇ റഹിമഹുല്ല പറയുന്നു, പകലിൽ നോമ്പെടുത്തും രാത്രിയിൽ കാവലിരുന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജ ആദ്യ 10 പ്രവർത്തനങ്ങൾ എന്നാണ്. നമുക്കതിന് കഴിയോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ പകലിൽ നോമ്പെടുത്തും രാത്രി അള്ളാഹുവിന്റെ മാർഗത്തിൽ ബൗണ്ടറികളിൽ കാവലിരുന്നും ജീവിക്കുന്നവനേക്കാൾ കൂലിയാണത്രേ ശാന്തഗംഭീരമായ ദിനരാത്രങ്ങളിൽ ഒരു നന്മ ചെയ്യുമ്പോൾ ഈ ദുൽഹിജ്ജ ആദ്യ 10 നമ്മൾക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ പണ്ഡിതന്മാർ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ മിൻ അമലിൻ അസ്കാ ഇൻദല്ലാഹി അസ്സ വജൽ വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈറിൻ യഅമലുഹു ഫി അശ്റിൽ അദ്ഹാ എന്നാണ്. ദുൽഹിജ്ജ ആദ്യ 10 ദിനങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിങ്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റു പ്രവർത്തനങ്ങളില്ല എന്ന എത്രയോ ശ്രേഷ്ഠതകൾ ഇങ്ങനെ പറഞ്ഞതായി നമ്മൾക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ദുൽഹിജ്ജയുടെ ആദ്യ 10 ഇത്രത്തോളം ശ്രേഷ്ഠത വരാൻ കാരണം? അത് ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനകളെല്ലാം ഒരുമിക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകത കൽപ്പിക്കുന്ന ദിവസങ്ങൾ വേറെയില്ല. ഇബാദാത്തുകളുടെ മാതാക്കൾ എന്നറിയപ്പെടുന്ന ഇബാദത്തുണ്ട്. അതായത് ഉമ്മഹാത്തുൽ ഇബാദ എന്നതിനറിയപ്പെടുക. ആ ഉമ്മഹാത്തുൽ ഇബാദ എന്നറിയപ്പെടുന്ന ഇസ്ലാമിലെ കാര്യങ്ങൾ അതേതൊക്കെയാണ്? ഒന്നാമത്തെ നമസ്കാരമാണ്. ഉമ്മഹാത്തുൽ ഇബാദയിൽ ഏറ്റവും പ്രധാന നിസ്കാരാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നോമ്പാണ്, പിന്നീട് സക്കാത്താണ്, പിന്നീട് ഹജ്ജാണ്. ഈ പറയപ്പെട്ട ഉമ്മഹാത്തുൽ ഇബാദത്തുകളെല്ലാം ചേർന്ന് വരുന്ന ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ. എവിടെയാണ് അത് പഠിപ്പിക്കപ്പെട്ടത്? ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരി, ഇമാം ബുഖാരിയുടെ സ്വഹീഹിന് ശറഹ് എഴുതിയ ഗ്രന്ഥമാണത്. 16 കൊല്ലമെടുത്ത് അദ്ദേഹം ശറഹ് എഴുതിയ ഗ്രന്ഥാണത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, വല്ലദീ യുദ്ഹിറു അന്ന സബബ ഫി ഇംതിയാസിൽ അശ്രി ദിൽ ഹിജ്ജ ലിമകാനി ഇജ്തിമാഇൽ ഉമ്മഹാത്തുൽ ഇബാദത ഫീ വഹിയ സ്വലാത്ത്
വസ്സിയാം വസ്സദഖ വൽഹജ്ജ് വലാ യതഅത്താ ദാലിക ബിഗൈരിഹി. അദ്ദേഹം പറയുന്നതാണ് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിസ്കാരം, നോമ്പ്, സ്വദഖ, ഹജ്ജ് എന്നീ അടിസ്ഥാന ആരാധനകൾ ഒരുമിച്ച് വരുന്ന ദിനങ്ങളാണ് ഈ 10 ദിവസങ്ങൾ എന്നാണ്. മറ്റൊരു ദിനങ്ങളിലും ഇത് വർഷത്തിൽ തുടർന്നു വരുന്നില്ല എന്നാണ്. കണ്ടോ, മറ്റൊരു ദിനങ്ങളിൽ ഇതില്ല. ഇത് ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ഞാനും നിങ്ങളും ഒരു പ്രത്യേക ഒരുക്കം, വിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 ഒരുങ്ങിയ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ഒരുങ്ങാൻ പറ്റിയ ദിനങ്ങളാണ് ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളിലുള്ള ഒരുക്കം എന്ന് പറയുന്നത്. കഴിയുന്ന ആളുകൾ നോമ്പെടുക്കട്ടെ. എന്തൊക്കെയാണ് നമുക്ക് ഈ ദുൽഹിജ്ജയിൽ ചെയ്യാനുള്ള നന്മകളെന്ന് എൻ്റെ രണ്ടാമത്തെ ഖുത്ബയിൽ ഞാൻ പറയും. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. സഹോദരങ്ങളെ, അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്താനുള്ള ഈമാൻ അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ സുന്ദരമായൊരു സൂറത്താണ് സൂറത്തുൽ ഫജ്ർ. ആ സൂറത്തിന്റെ ആദ്യത്തെ 2 വചനങ്ങൾ എന്താ? വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്നാണ്. വൽ ഫജ്ർ എന്ന് പറഞ്ഞാൽ അതേ പുലരി തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം, ഫജ്ർ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. നോക്കൂ നിങ്ങൾ, ഈ ആയത്തിനെ വിശദീകരിക്കുന്ന ഭാഗത്ത് പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, വലയാലിൽ അശ്ർ എന്ന് പറഞ്ഞാൽ അൽ മുറാദു ബിഹ വലയാലിൻ അശ്ർ. ഏതാണത്? അൽ മുറാദു ബിഹ അശ്റു ദുൽഹിജ്ജ. കമാ ഖാല ഇബ്നു അബ്ബാസ് വഇബ്നു സുബൈർ വമുജാഹിദ് വഗൈറു വാഹിദിൻ മിനസ് സലഫി വൽ ഖലഫ്. സലഫുകളിലും ഖലഫുകളിലും പെട്ട എല്ലാ ആളുകളും പറഞ്ഞ ആ വിശദീകരണം എന്ന് പറയുന്നത് ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിനങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. അപ്പൊ ഖുർആനില് വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയിൽ ആദ്യ 10 ആണ്. കണ്ടോ, വിശുദ്ധ ഖുർആൻ സത്യം ചെയ്ത് പറഞ്ഞ ദിനരാത്രങ്ങളാണത്. ഇനി മാത്രമല്ല, ഈ ദിനങ്ങളുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടാനായി അള്ളാഹു നിശ്ചയിച്ച ദിനങ്ങൾ ഈ ദിവസങ്ങളിലാണ്. ഹജ്ജ് കർമ്മങ്ങൾ, ഹജ്ജിന്റെ ദിനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് 3 ദിവസമാണ്. അത് ഏതൊക്കെയാണ്? ടോട്ടലി 6 ദിവസങ്ങളായി നമ്മൾ എണ്ണാറുണ്ടെങ്കിലും പ്രധാനമായി 3 ദിവസങ്ങൾ പ്രത്യേകം എണ്ണി പറയേണ്ടതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ 3 ദിവസങ്ങൾ ഒന്നേതാ? ദുൽഹിജ്ജ 8ആണ്. ഇന്നിപ്പോ ദുൽഹിജ്ജ 2ആണ്. ഹാജിമാർ അവരുടെ ശക്തമായ ജിഹാദിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ദിവസങ്ങളൊക്കെയാണല്ലോ വരാനിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് പോയ ധാരാളം സഹോദരന്മാരും സഹോദരിമാരുമുണ്ട്. അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ആരോഗ്യത്തോടെ ആഫിയത്തോടെ നടപ്പിലാക്കി നിർവഹിച്ച് ആരോഗ്യത്തോടെ നാട്ടിലേക്ക് ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് അല്ലാഹു അവർക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഹജ്ജിന് ഇപ്പോഴും മനസ്സിൽ ആഗ്രഹം വെച്ച് നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിൽ ആഗ്രഹം വെച്ച് ആ നാട്ടിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെല്ലാം അവിടെ എത്തി ഹജ്ജ് നിർവഹിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ദുൽഹിജ്ജ 8 യൗമുത് തർവിയ എന്ന് പറയാം. ദുൽഹിജ്ജ 8-ന് യൗമുത് തർവിയ എന്ന് പറയാം. ഈ ദിവസത്തിലാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. അത് ഈ ദുൽഹിജ്ജ ആദ്യത്തെ 10-ലാണ്. എന്തുകൊണ്ടാണ് ഇത്രത്തോളം ശ്രേഷ്ഠത വരാനുള്ളതെന്നാണ് ഈ പറയുന്നത്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട 3 ദിവസങ്ങൾ, ഒന്ന് ദുൽഹിജ്ജ 8 യൗമുത് തർവിയ, ഹജ്ജ് ആരംഭിക്കുന്നത് അന്ന് ഹജ്ജാജിമാർ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് മക്കയിൽ നിന്നും മിനയിലേക്ക് പോകുന്ന ദിവസമാണ് അല്ലേ? മക്കയിൽ നിന്ന് മിനയിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത ഒരു കയറിപ്പോക്കിന്റെ സമയമാണത്. പിന്നീട് ദുൽഹിജ്ജ തുടർന്ന് വരുന്ന ദുൽഹിജ്ജ 9, അന്നാണ് യൗമു അറഫ. ഹജ്ജിന്റെ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് യൗമു അറഫ. എന്താണ് അറഫയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? അതെ, അറഫയാണ് ഹജ്ജ് എന്ന് പറഞ്ഞത്. അത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്ന അറഫ ദിനം അത് ദുൽഹിജ്ജ 9-ലാണ്. അന്നത്തെ ദിവസം അറഫയിൽ തങ്ങുക എന്നതാണ് ഹാജിമാർ ചെയ്യുന്ന ഹജ്ജ് കർമ്മത്തിലെ ഏറ്റവും കാതലായ കാര്യം. അത് നഷ്ടപ്പെടുത്തിയാൽ ഹജ്ജ് വരെ ശരിയാകില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഈ ദിവസം ഹാജിമാരല്ലാത്ത ആളുകൾ അന്ന് നോമ്പ് നോൽക്കണമെന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവിടെ അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ ഒഴികെ
ലോകത്തുള്ള വിശ്വാസികളെല്ലാം അന്ന് അറഫ നോമ്പ് നോൽക്കണം എന്ന് റസൂലുള്ളാഹി പറഞ്ഞതായി നമ്മൾക്ക് കാണാം. പിന്നീട് ദുൽഹിജ്ജ 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസം കൂടി ഈ ആദ്യത്തെ 10 വരുന്നു, ദുൽഹിജ്ജ 10. എന്താ ദുൽഹിജ്ജ 10ന്റെ പ്രത്യേകത? അന്ന് യൗമുൻ നഹറാൻ. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ഹജ്ജാജിമാർ അവരുടെ ഹദിയും അല്ലാത്തവർ ഉളഹിയത്തും ഇറക്കുന്നത് ഈ ദിവസത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. ഉളഹിയത്ത് ഇറക്കുക എന്ന് പറയുന്ന ആ വല്ലാത്തൊരു കർമ്മം, അത് പഠിപ്പിക്കപ്പെട്ട ഒരു വല്ലാത്ത ദിവസമാണ് ദുൽഹിജ്ജ 10 എന്ന് പറയുന്നത്. അന്നേ ദിവസം തന്നെയാണ് നാം ഈദുൽ അദ്ഹ ആഘോഷിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹ് തബാറക വതആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർരി എന്നാണ്. തീർച്ചയായും ദിവസങ്ങളിൽ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ മഹത്തരമായ ദിവസം യൗമുൻ നഹറാണ്, പിന്നീട് യൗമുൽ ഖർ ദുൽഹിജ്ജ 11 എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളെ അതിൻ്റെതായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ വൈകിയ വേളയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങൾ വന്നിരിക്കുന്നു. ഈ ദിനങ്ങൾ നമ്മൾക്ക് കർമ്മങ്ങളിലും ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളിലും തിരക്കുള്ള ദിനങ്ങളാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. ഈ പുണ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമുക്കാവട്ടെ. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാ പറയുകയാണ്, ലാ തുത്ഫിഉ സുർജകും ലയാലിൽ അശ്ർ. അതേ, ദുൽഹിജ്ജയുടെ 10 രാവുകളിൽ നിങ്ങൾ വിളക്കുകൾ അണക്കരുത്. തുഅജിബുൽ ഇബാദ വയഖൂലു യഖിളു ഖദ്മകും യതസഹറു ലിസൗമി യൗമി അറഫ. എത്ര പ്രത്യേകതയാണ് അദ്ദേഹം പറയുന്നത്. അറഫ ദിനത്തിൽ നോമ്പെടുക്കാനായി നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ അത്താഴത്തിൽ വിളിച്ചുണർത്തണേ എന്ന് അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എത്രത്തോളമാണ് നമ്മളിതിനെ വില കൽപ്പിക്കേണ്ടത് എന്നത്തെ ഹുത്തുബയോടുകൂടി നമ്മളെല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ദിനങ്ങളിൽ ഒരു നന്മ പോലും നഷ്ടപ്പെടാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി എന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുൽഹിജ്ജ 2 നമ്മളുള്ളതെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ പ്രധാനമായും നമ്മൾ നേരത്തെ ഉണർത്തുകയുണ്ടായി. ഒന്ന് ഹജ്ജാണ്. ഹജ്ജിനു വേണ്ടി അതിൻ്റെതായ രൂപത്തിൽ ആളുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റൊന്ന് ഉംറയാണ്. ഈ ദുൽഹിജ്ജയുടെ ആദ്യ 10 നമ്മൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 ആരാധനകളാണ് ഹജ്ജും ഉംറയും. അതിന് അവസരം കിട്ടാത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതിൻ്റെതായ യാത്രകളിലാണ്. ഇനി നമ്മൾക്ക് ചെയ്യാനുള്ള മറ്റൊരു നന്മ എന്ന് പറയുന്നത്, ഈ നാട്ടിലുള്ള നമ്മൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു നന്മ എന്ന് പറയുന്നത് 9 ദിനങ്ങളിലെ നോമ്പാണ്. അത് പ്രത്യേകം ഒരു സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടതാണ്. കഴിവുള്ള ആളുകൾക്ക് അത് നിർവഹിക്കാവുന്നതാണ്. ദുൽഹിജ്ജയുടെ പ്രത്യേക പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ഏത് ദിനങ്ങളിൽ നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ നോമ്പോൽക്കാം. ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹുവിന് ഇത്രത്തോളം പ്രതിഫലം കിട്ടുന്ന, ഇഷ്ടമുള്ള, അള്ളാഹു ഇത്രത്തോളം പ്രതിഫലം നൽകുന്ന, ഇത്രത്തോളം അകലമായ, ഇത്രത്തോളം പ്രതിഫലാർഹമായ ദിനങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇല്ല എന്നാണ്. അപ്പോൾ ഒരു സുന്നത്ത് എന്നുള്ള രൂപത്തിൽ നമുക്ക് നോമ്പെടുക്കാനെങ്കിലും ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കഴിയണം. കാരണം ഞാൻ എൻ്റെ ഖുതുബയിൽ ആദ്യം പറഞ്ഞു, ശ്രേഷ്ഠമായതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ നന്മകളിൽ കൂടുതൽ ആഗ്രഹം ചെലുത്തുന്ന ആളുകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് ഈ ദിവസങ്ങൾ. നോമ്പ് നോൽക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നോമ്പ് നോൽക്കേണ്ട സമയമാണ് ദുൽഹിജ്ജ 9 ദിവസം. ആ ദുൽഹിജ്ജ 9 നോമ്പിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നിപ്പോൾ ദുൽഹിജ്ജ